السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم: ما من يوم يصبح العباد فيه إلا ملكان ينزلان فيقول أحدهما اللهم أعط منفقا خلفا ويقول الآخر اللهم أعط ممسكا تلفا. متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം: മാ മിൻ യൗമി യുസ്ബിഹുൽ ഇബാദു, അള്ളാഹുവിൻ്റെ അടിമകളായ ആളുകൾ നേരം പുലരുന്നില്ല, ഒരാളും നേരം പുലരുന്നില്ല. ഇല്ല, അല്ലാതെ മലക്കാനി എൻസിലാനി, രണ്ട് മലക്കുകൾ ഇറങ്ങിയിട്ട്. അപ്പോൾ ഓരോ നേരം പുലരുന്ന ദിവസങ്ങളിലും രണ്ട് മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയ്ക്ക് വേണ്ടി ഇറക്കും. എന്നിട്ട് ഫയഖൂലു അഹദുഹുമ, അതിൽ ഒരു മലക്ക് പറയും, നമുക്കൊക്കെയുള്ള രണ്ട് മലക്കുകളെ ഒരു മലക്ക് പറയും: അല്ലാഹുമ്മ, അല്ലാഹുവേ, അഅതി മുൻഫിഖൻ ഖലഫൻ, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സദഖ നിർവഹിക്കുന്നവന് നീ പകരമായിട്ട് നൽകണമേ. വയഖൂലുൽ ആഖിറു, രണ്ടാമത്തെ മലക്ക് പറയും: അല്ലാഹുമ്മ അഅതി മുംസികൻ തലഫൻ, അള്ളാഹുവെ കൊടുക്കാതെ പിശുക്കി വെച്ച് നാളേക്ക് മറ്റന്നാൾക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചുരുങ്ങിക്കൂടിയ പിശുക്കന്മാരായ ആളുകൾക്ക് നീ നാശം നൽകുകയും ചെയ്യണമേ. സദഖ എന്ന് പറഞ്ഞാൽ വലിയ പുണ്യ കർമ്മമാണ്. ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിച്ചൊരു കാര്യവുമാണത്. ആ സദഖ കൊണ്ട് ഇഹത്തിലും പരത്തിലും വമ്പിച്ച നേട്ടങ്ങളാണ് ഒരു സത്യവിശ്വാസി കരസ്ഥമാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഖബൂൽ ചെയ്താൽ 10 മടങ്ങ് തിരിച്ചു തരികയും ചെയ്യും. വെള്ളം തീയിനെ കെടുത്തുന്നത് പോലെയാണ് പാപങ്ങളെ സദഖകൾ മായ്ച്ചു കളയുക. അപകടങ്ങളെ തടയാനും സദഖ ഉപകരിക്കും. അതുപോലെ തന്നെ രഹസ്യമായി കൊടുക്കുന്ന സദഖ നാളെ എരിപൊരി കൊള്ളുന്ന മഹ്ശറിന്റെ മുറ്റത്ത് 7 വിഭാഗം ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവിശാലമായ അർശ് എന്ന സിംഹാസനത്തിൻ്റെ താഴെ നിർത്തി തണൽ കൊള്ളിച്ച് അനുഗ്രഹിക്കുന്ന കൂട്ടത്തിൽ വലതു കൈ കൊടുത്തത് ഇടതു കൈ അറിയാത്ത വിധം രഹസ്യമായി സദഖ കൊടുത്തവരാണ് എന്ന് ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെയുള്ളൊരു കാര്യമാണ് മലക്കുകളുടെ ദുആ കിട്ടുക എന്നുള്ളത്. നമ്മളിപ്പോൾ ഒരാൾക്കൊരു 500 രൂപ കൊടുത്താൽ പറയുന്ന ഒരു വിഡ്ഢിത്തരമുണ്ട്: ദുആ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ 500 രൂപയ്ക്ക് വേണ്ടി ദുആ ചെയ്യിക്കാൻ വേണ്ടി കൂലിക്കാള വെച്ചതാണോ? ഇല്ല. പിന്നെ എന്താ ചെയ്യേണ്ടത്? അയാൾക്ക് വേണമെങ്കിൽ ജസാക്കല്ലാഹു ഖൈറ എന്ന് ദുആ ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ അള്ളാഹ് തീരുമാനിക്കേണ്ടതാണ്. ഞാൻ 500 കൊടുത്താൽ 5000 50,000 ആക്കി തരാൻ കഴിയുന്ന ലോകത്തിൻ്റെ ഖജാനകളുടെ മുഴുവൻ ഉടമസ്ഥനായ റബ്ബിൻ്റെ പൊരുത്തവും വജുഹും ഉദ്ദേശിച്ചുകൊണ്ടും പരലോകത്ത് വിജയം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും നരകത്തിൽ നിന്ന് രക്ഷ കിട്ടണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും ഒക്കെയാണ് നിർവഹിക്കുന്നത് എങ്കിൽ അള്ളാഹു ഇത് ഖബൂൽ ചെയ്താൽ അയാൾക്കതിൻ്റെ കൂലി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇനി ഇല്ല, ഒരു 10 രൂപയെങ്കിൽ 10 രൂപ പിശുക്കി പിടിച്ച് അതിൻ്റെ നമ്പർ വരെ മാറിയിട്ടുണ്ടാവും. ഞാൻ ഉണ്ടിയിട്ട് പഴയ കാലത്തൊക്കെ ട്രൗസറിൻ്റെ വീശയിലുണ്ടാകുന്ന പറയാം. ഇങ്ങനെയുള്ള അരക്കന്മാർ കൈ അറ്റ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലൊന്നും ഉപ്പ് ഉപയോഗിക്കാറില്ല, ഞങ്ങളൊക്കെ ഭയങ്കര പ്രഷറുള്ള ആൾക്കാരാണ് കണ്ട് അതുപോലും അറ്റ കയ്യിൽ ഉപ്പ് പോലും തേക്കാൻ സന്മനസ് കാണിക്കാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ മലക്കിൻ്റെ ദുആ പ്രതികൂലമായി വഹിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രൂപത്തിലും അനുകൂലമാകുന്ന ദുആയുടെ ഉടമകളായി തീരാനും അവനവന് കഴിയുന്ന രൂപത്തിൽ അവനവൻ്റെ നിലവാരത്തിനനുസരിച്ച് സദഖ നിർവഹിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അതിൻ്റെ പ്രതിഫലം നമുക്കൊക്കെ ഇരുലോകത്തും ലഭിക്കാനും ഉള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും
മരിച്ചു മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും മിത്രാദികളുമായ മുഴുവൻ വിശ്വാസിനികൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ മറ്റൊരാളുടെ സഹായം കൂടാതെ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിൽ അള്ളാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസാലികളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ റമളാനിൽ നാം നിർവഹിച്ച എല്ലാ ഇബാദത്തുകളും കുറ്റമറ്റ രൂപത്തിൽ അള്ളാഹു ഖബൂൽ ചെയ്യുകയും റയ്യാൻ എന്ന സ്വർഗ കവാടത്തിലൂടെ പ്രവേശിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. അവശേഷിക്കുന്ന അതിന്റെ രാവും പകലും ഹയാത്താക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.